കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അസിസ്റ്റന്റ് ടൈം കീപ്പർ 446/2023 പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ജില്ലകളുടെ പരീക്ഷയായിരുന്നു. ഇന്ന് രാവിലെ 7 AM to 8:50 AM വരെയായിരുന്നു പരീക്ഷ. അപ്പോൾ പരീക്ഷയ്ക്ക് പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾ വിളിക്കുകയും കട്ട് ഓഫ് മാർക്ക് എങ്ങനെ വരും എന്നതിനെ കുറിച്ചൊക്കെ ഒരു ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു മെയിൻ പരീക്ഷയാണ് അസിസ്റ്റന്റ് ടൈം കീപ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് 50 മാർക്കിൻ്റെ GKയും 20 മാർക്കിന്റെ ആനുകാലിക വിഷയങ്ങളും 10 മാർക്കിന്റെ കണക്കും 10 മാർക്കിന്റെ ഇംഗ്ലീഷും 10 മാർക്കിന്റെ മലയാളവുമായിരുന്നു. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 1018 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്നത്. എന്നാൽ എറണാകുളം ജില്ലയിൽ 10,006 പേരും, പാലക്കാട് ജില്ലയിൽ 10,015 പേരും, കണ്ണൂർ ജില്ലയിൽ 10,004 പേരുമാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൺഫർമേഷൻ നൽകി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്നത്. എന്നാൽ ഉദ്യോഗാർത്ഥികളിൽ ഒരു 70% മാത്രമേ പരീക്ഷയ്ക്ക് ഹാജരായിട്ടുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏകദേശ ഒരു ധാരണയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ വളരെയധികം എളുപ്പമുള്ള ഒരു പരീക്ഷയായിരുന്നു എന്നും അത്രയധികം കൃത്യമായിട്ടുള്ള, അതായത് വളച്ചൊടിച്ചുള്ള ചോദ്യങ്ങളൊന്നും തന്നെ പരീക്ഷയ്ക്ക് ഇല്ലായിരുന്നു എന്നും പൊതുവെ അഭിപ്രായമുണ്ട്. പല ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കണക്ക് വളരെ പ്രയാസമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കണക്കിൻ്റെ കണക്ക് വിഷയം മാത്രം, ടോപ്പിക്ക് മാത്രം അവസാനം എഴുതിയത് കൊണ്ട് പല ഉദ്യോഗാർത്ഥികൾക്കും അത് പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു സങ്കടം പല ഉദ്യോഗാർത്ഥികളും അറിയിക്കുകയുണ്ടായി. മറ്റ് GK ആണെങ്കിലും ആനുകാലിക വിഷയങ്ങളാണെങ്കിൽ പോലും ഒരു പരിധിവരെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് മാർക്ക് ഓരോ ജില്ലയിലും കട്ട് ഓഫ് മാർക്ക് വ്യത്യസ്തമായിരിക്കും. തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് ആയിരിക്കില്ല എറണാകുളം ജില്ലയിലേത്, പാലക്കാട് ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് ആയിരിക്കില്ല കണ്ണൂർ ജില്ലയിലേത്. ഓരോ ജില്ലയിലും എത്ര പേരെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളത് ഓരോ ജില്ലയിലും വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പം തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ 10,018 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 68-നും 70-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിലപ്പോൾ 70-ന് മുകളിലും പോകാനുള്ള സാധ്യത ഏറെയാണ്. എങ്കിലും ഒരു 68-നും 70-നും ഇടയ്ക്കുള്ള കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത ഏറെ. എന്നാൽ എറണാകുളം ജില്ല എടുത്താൽ എറണാകുളം ജില്ലയിൽ ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായത്തിൽ ഒരു 65-നും 67-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ അവർക്ക് ലഭിച്ച മാർക്കുകളൊക്കെ തന്നെ പരിശോധിച്ച് അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള മാർക്കും പരീക്ഷയെക്കുറിച്ചുള്ള നിർണയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും അവരവരുടെ കട്ട് ഓഫ് മാർക്ക് പറഞ്ഞത്, വിലയിരുത്തിയത്. അപ്പോൾ എറണാകുളം ജില്ലയിൽ 65-നും 67-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പാലക്കാട് ജില്ലയിൽ 64-നും 66-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ചില ഉദ്യോഗാർത്ഥികൾ അഭിപ്രായം പറയുന്നു. എങ്കിൽ പോലും ഓൾമോസ്റ്റ് 64-നും 66-നും ഇടയ്ക്കൊക്കെ തന്നെ കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവാനാണ് സാധ്യത ഏറെ. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ 60-നും 65-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത. പൊതുവെ
ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എല്ലാം തന്നെ എളുപ്പമായിരുന്നു എന്നുകൊണ്ട് തന്നെ പരീക്ഷയിലെ കട്ട് ഓഫ് മാർക്കിന്റെ വ്യത്യാസങ്ങൾ മുമ്പോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള ഒരു സംശയത്തിന്റെ നിഴലിലാണ് നിൽക്കുന്നത്. പക്ഷേ അത് കട്ട് ഓഫിനെ സംബന്ധിച്ച് വ്യക്തമായ തീരുമാനം എത്ര പേരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ധാരാളം മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കട്ട് ഓഫ് മാർക്ക് PSC പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അത്രയധികം മാനദണ്ഡങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കട്ട് ഓഫ് മാർക്ക് പ്രസിദ്ധീകരിക്കുന്ന അവസരത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്താനും ഷോർട്ട് ലിസ്റ്റിലും റാങ്ക് ലിസ്റ്റിലും ഒക്കെ എത്തി ജോലി വാങ്ങാനും അതുപോലെ തന്നെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.